ആദർശ പ്രസ്ഥാനത്തിന്റെ മാതൃകാ പണ്ഡിത ശ്രേഷ്ഠന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. അന്തരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ മൃതദേഹം തിരൂർക്കാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകി. ലാളിത്യവും വിനയവും സ്നേഹവും ജീവിതത്തിൽ പകർത്തിയ സൂര്യ തേജസ്സിന് നാട് വിട നൽകി. ആലിക്കുട്ടി മുസ്ലിയാർ ഖാസിയായിരുന്ന സ്വദേശമായ തിരൂർക്കാട്ടെ ജുമാ മസ്ജിദിലാണ് അന്ത്യവിശ്രമം. പണ്ഡിത ശ്രേഷ്ഠന് ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രിയ ഉസ്താദിനെ ഒരു നോക്കു കാണാൻ ജനം ഒഴുകിയെത്തി. SKSSF വിഖായ വളണ്ടിയർമാരും വൈറ്റുകാട് അംഗങ്ങളും അണമുറിയാതെ എത്തിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുകയായിരുന്നു. ഭൗതികദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വീട്ടിൽ വെച്ച് പ്രാർത്ഥന നടത്തി. മസ്ജിദിൽ നടത്തിയ മയ്യിത്ത് നമസ്കാരത്തിന് സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകി. ദക്ഷിണേന്ത്യയിലെ ഉന്നത മത കലാലയമായ പട്ടിക്കാട് ജാമിയ നൂരിയയിൽ വിദ്യാർത്ഥിയായി എത്തിയ ആലിക്കുട്ടി മുസ്ലിയാർ പിന്നീട് ജാമിയയിൽ തന്നെ അധ്യാപകനായും പ്രിൻസിപ്പാളായും സേവനമനുഷ്ഠിച്ചു. സമസ്തയുടെയും പട്ടിക്കാട് ജാമിയയുടെയും നേതൃസ്ഥാനത്ത് അദ്ദേഹം ഒരുപോലെ പ്രവർത്തിച്ചു. ആയിരക്കണക്കായ യുവ പണ്ഡിതന്മാരെ ജാമിയയിലൂടെ കർമ്മവീതിയിലേക്ക് നയിച്ചു. നിരവധി ശിഷ്യന്മാരാണ് ഉസ്താദിനെ അവസാനമായി യാത്രയാക്കാൻ എത്തിയത്. കേരളം ലോകത്തിന് സമ്മാനിച്ച മഹാപണ്ഡിതന്മാരിൽ പ്രമുഖനായിരുന്നു പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ആധികാരിക മതപണ്ഡിത സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് 10 വർഷമായി. ആ സ്ഥാനത്ത് തുടരുന്നു. അതുപോലെ തെന്നിന്ത്യയിലെ അത്യുന്നത മതകലാലയമായ ജാമിയ നൂരിയ അറബി കോളേജ് 1979 മുതൽ അവിടെ മുദരിസാണ്. 2003 മുതൽ അവിടെ പ്രിൻസിപ്പളായി സേവനം ചെയ്യുന്നു. വിവിധ അന്തർദേശീയ വേദികളിൽ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രതിനിധിയായി, മുസ്ലിം പണ്ഡിതന്മാരുടെ പ്രതിനിധിയായി വിവിധ സെമിനാറുകളിൽ പ്രബന്ധം അവതരിപ്പിച്ച, വിശാദരണം നടത്തിയ പ്രമുഖനായ പണ്ഡിതനാണ്. നിരവധി ഗ്രന്ഥങ്ങൾ രചയിതാവാണ്. മികച്ച ഒരു പ്രഭാഷകനായിരുന്നു. കേരള മുസ്ലിങ്ങൾക്ക് എന്നല്ല, കേരളത്തിലെ പൊതുബോധത്തിലെ ഈ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ പ്രചാരണത്തിൽ മുന്നിൽ നിന്നിരുന്ന ഒരു മഹാവ്യക്തിത്വമായിരുന്നു പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ വിയോഗം കേരള മുസ്ലിങ്ങൾക്ക് സമസ്തക്ക് വിശേഷിച്ചും അതുപോലെ കേരളത്തിലെ പൊതുസമൂഹത്തിന് പ്രത്യേകിച്ചും വലിയ ഒരു നഷ്ടമാണ് വരുത്തി വച്ചിരിക്കുന്നത്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വൈസ് ചെയർമാൻ പദവിയിൽ എത്തിയ ആദ്യ മലയാളിയാണ് കെ ആലിക്കുട്ടി മുസ്ലിയാർ. സുന്നി പ്രസ്ഥാനത്തിന്റെ കാര്യദർശിയായും മഹല്ല് പ്രസ്ഥാനങ്ങൾക്ക് ദിശാബോധം നൽകിയും മുസ്ലിം ഉമ്മത്തിനെ നേരിന്റെ പാതയിലേക്ക് നയിച്ചു. ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. മികച്ച നേതൃസംഘാടകൻ, പണ്ഡിത ശ്രേഷ്ഠൻ, മതാധ്യാപകൻ, സൂഫി വര്യൻ, ആത്മീയ ഗുരു എന്നീ നിലകളിലെല്ലാം ശ്രേഷ്ഠനായ ശൈഖുൽ ജാമിയ നിർവഹിച്ച ഇസ്ലാമിക നവോത്ഥാന പ്രവർത്തനങ്ങൾ എക്കാലത്തും സ്മരിക്കപ്പെടും. സത്താറാനമങ്ങാട്, ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. يا رب العالمين وإلى حضرات من ماتوا منا من آبائنا يا رب العالمين وإلى حضرات من نويناهم يا رب العالمين وإلى حضرة آبائه يا رب العالمين وإلى حضرات من نويناهم يا رب العالمين اللهم اغفر لنا واغفر لهم وارحمنا وارحمهم واعف عنا واعف عنهم يا رب العالمين.